എന്റെ ദേവി വാമായി, നിനക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. ശിവ ശിവ, എന്താ ഇത്? ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമല്ലോ. രാവിലെ എന്താ പതിവില്ലാതെ പ്രാർത്ഥനയൊക്കെ? ഇതെങ്ങോട്ടാ രാവിലെ? പ്രകാശ്, ഇതെങ്ങോട്ടാ ഇത്ര തിരക്കിട്ട്? എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. എന്നാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. വേണ്ട വേണ്ട. അയ്യോ, നല്ല ദോശ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആർക്ക് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഒരു മിനിറ്റ്, ഇതായിരുന്നു ചാക്കോച്ചനല്ലേ അത്? സത്യം പറ, നിങ്ങൾ രണ്ടും കൂടെ എവിടെയാ പോകുന്നത്? സത്യം പറഞ്ഞേക്കാം, ഞങ്ങളൊരു കല്യാണത്തിന് പോവാ. അയ്യേ, കല്യാണത്തിന് ഈ വേഷത്തിലാ പോകുന്നത്? നാലാള് കൂടുന്നിടത്ത് ഞാൻ ജുബയുമുണ്ട്. പെണ്ണും കെട്ടി തന്തയാവാറായി, ഇനി ആര് കാണാനാ മോളെ? പ്രകാശ്, മറ്റുള്ളവരുടെ കല്യാണത്തിന് നിങ്ങൾക്ക് എന്താ അത്ര തിരക്ക്? മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് എനിക്ക് എവിടെ എത്തണം. പ്രകാശ് നിക്ക്, ഒരു കാര്യം പറയട്ടെ. നീ എന്തിനാ എന്റെ പുറകെ കിടന്നിട്ട് ഓടുന്നത്? നിന്നോട് ഡോക്ടർ റെസ്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടല്ലേ വീട്ടു ജോലികളൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് ജോലിക്ക് ആളെ നിർത്തിയിരിക്കുന്നത്. അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? അതല്ല മോളെ, നമ്മുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചല്ലോ. നീ റെസ്റ്റ് എടുക്ക. ശരീരം ഇണങ്ങുന്ന പണിയൊന്നും ചെയ്തൂടാ. വിട്ടോ. ഈ നേരം വരെ എവിടെയായിരുന്നു നീ? ചാക്കോച്ചന്റെ ഡ്രസ്സല്ലേ അവിടെ? ആദ്യം ഭസ്മം തുടങ്ങും. എന്റെ ഷർട്ട് അവിടെ. ഷർട്ട് ഒന്ന് നേരെ നോക്കി ഓടിക്കോ. ചാക്കോച്ച പെട്ടെന്ന് വിട്. പെട്ടെന്ന് വിട്ട് വല്ലവരും നെഞ്ചത്ത് വണ്ടി കയറിയാ ഞാൻ ജയിലിൽ പോണ്ടേ? മുഹൂർത്തം തെറ്റും. നിങ്ങളൊന്ന് നേരെ നോക്കി വണ്ടി ഓടിക്കും. പെട്ടെന്നാവട്ടെ. വേണമെങ്കിൽ ഡ്രസ് മാറ്, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഓരോന്ന് വരുത്തി വെക്കുകയും ചെയ്യും, ബാക്കിയുള്ളവരൊന്ന് ചാവുകയും വേണം. നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വേഗം വിടല്ലേ ചാക്കോച്ച. രാത്രി മടുത്ത് അവിടെ പോയി കാണും. ഒന്ന് വേറെ എവിടെ മാപ്പിളെ? മാലയുടെ മാല. അയ്യോ, മാല എന്റെ കയ്യിലുണ്ട്. താലിയുടെ താലി ഞാൻ തിന്നു. നീ ബട്ടൺ നിന്നിട്ടേ. ഒന്ന് വേഗം നടക്കണോ? എനിക്ക് ഇങ്ങനെ നടക്കാനേ പറ്റൂ. നീ പോയി കെട്ട്. ചൂടാവാതെ എപ്പോഴും ഇങ്ങനെ നടക്ക്. മൂർത്തി. അപ്പൊ നിനക്ക് മൂത്ര ഒഴിച്ചിട്ട് വരായിരുന്നില്ലേ? അതല്ല മൂർത്തി. മൂർത്തിയാ? ഹലോ പ്രകാശ്, ഇങ്ങോട്ട് അമ്പലത്തിലേക്കാ? അല്ല, മാർക്കറ്റിലേക്ക്. ഇത്തിരി മീൻ മേടിക്കാൻ നീ വരുന്ന? അല്ല, കയ്യില് മാലയൊക്കെ ആയിട്ട്. ഒരാള് ചത്തു, അടിയന്തരാണ് അയാളുടെ. എന്തോരം കാര്യങ്ങൾ അന്വേഷിക്കണേ. എനിക്ക് ഈ മിസ്റ്റർ മൂർത്തി, ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട്. അപ്പൊ ആരും ഇല്ലാത്തതായതുകൊണ്ട് ഞങ്ങളാണ് നടത്തി കൊടുക്കുന്നത്. പറഞ്ഞാ പോരാ, ഞാനും വരില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ. കാണുന്ന ആൾക്കാരുടെ കല്യാണം നടത്തി കൊടുക്കുന്ന നിങ്ങളുടെ പണി. വൈകുന്നേരം മസ്കറ്റ് ഹോട്ടലിൽ പാർട്ടി ഉണ്ട്. അവിടെ ഒന്ന് വയറ് നിറച്ചിട്ട് ഞാൻ അടിക്കാം. മോളെ അച്ഛൻ ഇത്തിരി ബുദ്ധി പറഞ്ഞു കൊടുത്തേ. ഒന്ന് വേഗം പാടോ. താൻ എങ്ങോട്ടേക്കാ? ഇതിന്റെ ഉള്ളിലേക്ക്. ഇത് അമ്പലം, ക്രിസ്ത്യാനിൽ കയറാൻ പാടില്ല. കേറി എന്താ ഉണ്ടാവുക? കേറി ഹിന്ദുക്കൾ തന്നെ തല്ലിക്കൊല്ലും. താലിയുടെ താലി എന്റെ അല്ലേ? ഞാൻ നേരത്തെ അവിടെ തന്നില്ലേ? എന്റെ ഇല്ല. ഞാൻ അങ്ങോട്ട് തന്നു. അതല്ലേ താലി. താലിവിടെ നിൽക്ക്.
ഒന്ന് മാറിയാ കൊച്ചാ. എന്തൊരു സന്തോഷത്തോടു കൂടിയാ ആ ബോധമില്ലാത്തവൻ പോണേ. ഇതെങ്ങനെ അവൻ രണ്ടെണ്ണത്തിന് മാനേജ് ചെയ്യും? ഇതൊരു അടിപൊളി നടക്കും, ഉറപ്പാ. ഏയ് ഏയ് പ്രകാശ്, പ്രകാശ്, പ്ലീസ് ഹെൽപ്പ് മീ. കം ഹിയർ പ്രകാശ്, പ്ലീസ് ഹെൽപ്പ് മീ പ്രകാശ്. എന്ത് പറ്റിയാ കൊച്ചാ? ആ. ഇതെന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? പറ്റിയത് എനിക്കല്ല, നിനക്കാ. നീയല്ലേ പറ്റിച്ചത്? എന്തിന്റെ പുറപ്പാടത്? ചളവാക്കരുത്. സിസ്റ്റർ, സോറി സിസ്റ്റർ, ഞാൻ സിസ്റ്ററിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നതാ. വെള്ളം വെള്ളം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സിസ്റ്ററിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്റെ മനസ്സിലെ ഭാരം ഇറക്കാൻ വേണ്ടി വന്നതാ. ചാക്കോച്ചൻ എന്ത് പറ്റി? പ്രകാശേ, സുമിത്രയെ പോലുള്ള ഭാര്യയോട് എല്ലാം തുറന്നു പറഞ്ഞ് നിന്റെ മനസ്സിന്റെ ഭാരം ഇറക്കുന്നതാണോ നല്ലത്? എന്ത് പറ്റി? ചാക്കോച്ചൻ വെള്ളം അടിച്ച പിന്നെ എങ്ങനെയാ? സുമിത്ര പൊക്കോ. കൃഷ്ണ. കൃഷ്ണയോ? കൃഷ്ണകുമാർ, ഹൗസ് ഓണർ കൃഷ്ണകുമാർ. ഇവർ തമ്മിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഉണ്ടത്? ആ കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തു. ഇത് അതല്ല, ഇത് ഇന്നലത്തെ കൃഷ്ണ. ഓ, കൃഷ്ണചന്ദ്രൻ, ദൂരദർശനിലെ കൃഷ്ണചന്ദ്രൻ. അവനെന്ത് പറ്റി? അയാള് പെട്ടെന്ന് ചത്തുപോയിടാ. ഇന്നലെ കല്യാണം കഴിച്ച കൃഷ്ണ. നിന്റെ കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണ. ഒരാൾക്ക് രണ്ടു ഭാര്യമാരോ? ദൈവം പൊറുക്ക പോകളെ. ഞാൻ പോവാം, ഞാൻ പോവാം, ഞാൻ പോവാൻ തന്നെ വന്നത്. ഞാൻ ഈ ലോകത്ത് പോവാനാണ് വന്നത്. സിസ്റ്റർ, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ ഈ നിൽക്കുന്ന പ്രകാശ് എല്ലാം മറച്ചു വെച്ചെന്ന് എനിക്ക് മനസ്സിലായി. സിസ്റ്ററിന് കേൾക്കണോ? ഇന്നലെ കാലത്ത് 8 മണിക്ക് അമ്പലത്തിൽ വെച്ച് കൃഷ്ണയും വിവാഹിതരായി. എനിക്ക് സമാധാനായി.
ഞാൻ പോവാണ് ഓ ചാക്കോച്ചാ കള്ളു കുടിച്ച പോ. പിടിച്ചോലിക്കരുത്. പോടോ, നീ വരുന്നുണ്ടോ എന്റെ കൂടെ? വരുന്നുണ്ടോ? ചോറ് തുറക്കട്ടെ. കഴിവറടെ മോനെ കാലിയാൻ തല്ലി ഓടിക്കും. ആ. പോടോ, സിസ്റ്ററേ, അങ്ങനെ വിവാഹം കഴിയൂ. പോടോ. ഇനി ഞാൻ പോവാം. ഞാൻ വരൂട്ടെ 2 അടിച്ചിട്ട്. എന്താ പ്രകാശ് സംഭവിച്ചത്? ഇന്നലെ രണ്ടുപേരും കൂടി ഇവിടുന്ന് പോയപ്പോഴേ എനിക്ക് തോന്നി. ആഴ്ചകളും മാസങ്ങളും ജോലി ചെയ്ത് മടങ്ങിയെത്തുന്ന ചാക്കോച്ചനെ കാത്തിരിക്കുന്ന അയാളുടെ ഭാര്യ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല. ഇന്നലെ ചാക്കോച്ചൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി. ഈ വിവരം നിന്നോട് പറയരുതെന്ന് ചാക്കോച്ചന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയപ്പോ നിന്നോടൊന്നും പറയാതിരുന്നത്. പാവം മദ്യത്തിന് അടിമയാവാതിരുന്നാ മതിയായിരുന്നു. കഷ്ടമുണ്ടല്ലേ? വാ. വരൂ. സുമിത്ര ഇപ്പോ എറണാകുളത്തല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, അവൾ ആഴ്ചയോറും പോയി വരിക. ഈ സമയത്ത് യാത്ര കഴിയുന്നത് ഒഴിവാക്കണം. അയ്യോ, അപ്പൊ ജോലി? യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞാ ചെയ്യണ്ട. ലീവ് എഴുതി കൊടുത്തേക്ക്. ലീവ് എഴുതി കൊടുക്ക്. ഒരു കാര്യം ചെയ്യാം, ഡെലിവറി SM ഹോസ്പിറ്റലാക്കാം. അവിടെ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട്. എന്നാ അങ്ങനെ ചെയ്യാം. ഇറങ്ങട്ടെ ഡോക്ടർ. ലീവ് എടുക്കുക എന്ന് പറഞ്ഞാ എത്ര ദിവസത്തേക്കാ ലീവ് എടുക്കുക? എന്നോടൊന്നും പറയണ്ട. നിന്റെ അച്ഛന്റെ ഓർഡർ അല്ലേ? അത് കേട്ടപ്പോ എന്റെ ഉള്ളിൽ എടുത്തി വീണത്. അതെന്താ? അല്ല, നിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന കാര്യം പറയായിരുന്നു. ഈശ്വര, ഏത് കുരിശാണാവോ ഹലോ. ഭവാനെ. ആ ഉണ്ട്, കൊടുക്കാം. ആരാ? ചാക്കോച്ചനാ. ഹലോ. കൃഷ്ണ ഒരു 4-5 പ്രാവശ്യം ഇവിടെ വിളിച്ചിരുന്നു. നിന്നോടൊന്ന് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എന്താ വരുന്നു. യെസ്, മിസ്സസ് കൃഷ്ണ പ്രകാശ്. എന്തിനാ സാർ വിളിച്ചത്? ഏയ്, ഇവിടെ ഒരു ഗർഭിണി ഒറ്റയ്ക്കിരിക്കുകയാണെന്നുള്ള വല്ല വിചാരമുണ്ടോ ശ്രീമാൻ ഭർത്താവിന്? നിന്റെ കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും ഓർത്തിട്ട് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല കുട്ടി. അതെന്താ പല കാര്യങ്ങൾ? ഓഫീസ് കാര്യങ്ങള്, നാട്ടുകാര്യങ്ങള്, പിന്നെ വീട്ടുകാര്യം. വേണ്ട, എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ഇപ്പോ ഞാൻ കൂടുതൽ സെൽഫിഷ് ആയിരിക്കുക. പ്രകാശിന്റെ മുഴുവൻ സമയവും എനിക്ക് വേണം. എന്റെ കൃഷ്ണയല്ലാതെ വേറെന്താ എന്റെ മനസ്സിലുള്ളത്? ഹലോ. ആ ഉണ്ട്, കൊടുക്കാം. ആരാ? ചാക്കോ. ഉയ്യോ. ഹലോ. എടാ, സുമിത്ര വിളിച്ചിരുന്നു. നിന്നോടൊന്നും അങ്ങനെ കെട്ടിയെടുക്കാൻ പറഞ്ഞു. താൻ എവിടെ പോയില്ലേ? എവിടോ? ആ, എവിടെയുണ്ട്, കൊടുക്കാം. ആരാ? സുമിത്ര. ഹലോ.